probability. So what is probability എന്നുള്ളത് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. So the first one, sample space. The sample space of a random experiment is a set containing all the sample points of that random experiment. റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇനി സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ റാൻഡം എക്സ്പെരിമെൻറ്റിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ഔട്ട്കംസും ഉൾക്കൊള്ളുന്ന സെറ്റാണ്. സോ അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ് ഇസ് എ ടോട്ടാലിറ്റി ഓഫ് ഓൾ ദ എലമെൻ്ററി ഔട്ട്കംസ് ഓഫ് ദാറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഏത് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെയും വരാൻ സാധ്യതയുള്ള എല്ലാ ഔട്ട്കംസിൻ്റെയും കൂടിയുള്ള സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയാം. എക്സാമ്പിൾ, വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് ദ സാമ്പിൾ സ്പേസ് ഈസ് ഹെഡ് ടെയിൽ. നമുക്കറിയാം കോയിൻ ഒരു തവണ ടോസ് ചെയ്താൽ ഒന്നെങ്കിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും, ഇതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ ടോട്ടൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഹെഡ് ടെയിലാണ്, ഹെഡ് ടെയിൽ. വെൻ 2 coins ആർ ടോസ്ഡ് സാമ്പിൾ സ്പേസ് ഈസ്, അപ്പം 2 കോയിൻസാണ് ഒരേ സമയം ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെഡ് കിട്ടുന്നത് എച്ചും അതുപോലെ ടെയിൽ കിട്ടുന്നത് ടിയും ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും 4 ഔട്ട്കംസ് വരാം. അതായത് ഒരു തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ടോസ് ചെയ്യുന്ന സമയത്ത് 2ഉം ഹെഡ് കിട്ടാം, പിന്നെ 1 ഹെഡ് 1 ടെയിലും ആവാം, പിന്നെ ടെയിലും ഹെഡും വരാം. അതായത് ആദ്യത്തെ കോയിൻ ടെയിൽ, രണ്ടാമത്തെ കോയിൻ ഹെഡ് കാണിക്കാം. ഇനി 2 കോയിനും ടെയിലാവാം. സാധാരണ ടി എന്ന് കാണിച്ചിരിക്കുന്നത്. സോ ആദ്യത്തെ ഹെഡും രണ്ടാമത്തെ ടി ആണെങ്കിൽ എച്ച് ടി എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ടെയിലും രണ്ടാമത്തെ ഹെഡ് ആണെങ്കിൽ ടി എച്ച്. ഓക്കെ. സോ വെൻ എ സാമ്പിൾ സ്പേസ് ഹാസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇറ്റ് ഈസ് സെഡ് ടു ബി ഫൈനൈറ്റ് സാമ്പിൾ സ്പേസ്, അതർവൈസ് ഇൻഫൈനൈറ്റ്. അപ്പം നമുക്ക് എക്സാക്റ്റ് ഔട്ട്കംസ് അറിയാവുന്ന റാൻഡം എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഫൈനൈറ്റ് സാമ്പിൾ സ്പേസ് ആണ്. അല്ലെങ്കിൽ ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ടോട്ടൽ ഔട്ട്കംസ് നമുക്കറിയാം, അതൊരു സെറ്റിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഫൈനൈറ്റ് സെറ്റാണ് അല്ലെങ്കിൽ ഫൈനൈറ്റ് സാമ്പിൾ സ്പേസ് ആണ്, അതർവൈസ് ഇൻഫൈനൈറ്റ് ആയിരിക്കും. എ ബോക്സ് കണ്ടെയ്ൻസ് 10 tickets, each numbered 1 to 10. A ticket is drawn. What is the sample space? നമ്മളൊരു പർട്ടിക്കുലർ ഒരു ബൗളിൽ 10 ടിക്കറ്റ്സ് അല്ലെങ്കിൽ 10 പീസ് ഓഫ് പേപ്പർ ഇടുന്നു. അതിൽ ഓരോന്നിനും നമ്മൾ 1 to 10 മാർക്ക് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എത്ര നമ്പേഴ്സുള്ള പേപ്പർ ഉണ്ടോ അത്രയും എലമെൻറ്റ്സ് ആ പർട്ടിക്കുലർ സാമ്പിൾ സ്പേസിൽ ഉണ്ടായിരിക്കുന്നതാണ്. സോ 1 2 ഇ എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്, 3 ആണ് കേട്ടോ. 3 4 5 6 7 8 9 10 ഇതായിരിക്കും സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഫ്രം എ ലോട്ട് കണ്ടെയ്നിങ് ഗുഡ് ആൻഡ് ബാഡ് ഐറ്റംസ് 3 items ആർ ചോസൺ. പ്രിപ്പയർ ദ സാമ്പിൾ സ്പേസ്. സോ ഒരു പർട്ടിക്കുലർ ലോട്ട്, അതിൽ കുറച്ച് ഗുഡ് ഐറ്റംസും കുറച്ച് ബാഡ് ഐറ്റംസും ഉണ്ട്. എന്താണെന്ന് പറയുന്നില്ല. സോ നമുക്കതിൻ്റെ സാമ്പിൾ സ്പേസ് മാത്രം കിട്ടിയാൽ മതി. സോ ഗുഡ് ഐറ്റംസിന് നമ്മൾ ജി എന്നും ബാഡ് ഐറ്റംസിന് ബി എന്നും കൊടുക്കുകയാണെങ്കിൽ 3 ഐറ്റംസാണ് നമ്മൾ ഒരേ സമയം എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഒരേ സമയം 3 ഗുഡ് ഐറ്റംസ് കിട്ടാം. അതാണ് ജി ജി ജി. പിന്നെ ജി ജി ബി, അതായത് 2 ഗുഡ് ഐറ്റംസ്, അടുത്തത് ബാഡ് ഐറ്റംസ്. ദെൻ ജി ബി ജി, ആദ്യത്തത് ഗുഡ്, രണ്ടാമത്തെ ബാഡ്, മൂന്നാമത്തെ ഗുഡ്. ദെൻ ലൈക്വൈസ് നമുക്ക് അത്രയും കോമ്പിനേഷൻ കിട്ടും, ബി ബി ബി, അതായത് 3 ബാഡ് ഐറ്റംസ് ആകുന്ന വരെ. സോ ടോട്ടൽ 1 2 3 4 6 4 5 6 7 8. സോ 8 എലമെൻറ്റ്സ് ഉള്ള സാമ്പിൾ സ്പേസ് ആണ് കിട്ടുന്നത്. ഇവൻറ്റ്. ആൻ ഇവൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് ഓഫ് റാൻഡം എക്സ്പെരിമെൻറ്റ്. സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്.
വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ് ഗെറ്റിംഗ് 2 ഹെഡ്സ് ഇസ് എൻ ഇവൻറ്റ്. ഇപ്പം നേരത്തെ കാണിച്ച പോലെ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ ഔട്ട്കം, അതായത് ഒന്ന് ഹെഡ് കിട്ടാം ടെയിൽ കിട്ടാം. സോ HT നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാണ് ഗെറ്റിംഗ് എ ഹെഡ്. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടുക എന്നുള്ളതാണെങ്കിൽ അതൊരു ഇവൻ്റാണ്. സോ ഒരു ടെയിൽ കിട്ടുക എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു ഇവൻ്റാണ്. അതുപോലെ തന്നെ 2 കോയിൻസ് ഒരേ സമയം ടോസ് ചെയ്യുകയാണെങ്കിൽ 2 ഹെഡ് കിട്ടുന്നത് ഒരു ഇവൻ്റാണ്. ഒരു ഹെഡും ഒരു ടെയിൽ കിട്ടുന്നത് ഒരു ഇവൻ്റാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. An event may be simple or compound. An event is said to be simple if it corresponds to a single elementary outcome of the experiment. When a die is thrown, getting 2 is a simple event. അതായത് ഒരു സിംഗിൾ എലമെൻ്ററി ഔട്ട്കം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു സിമ്പിൾ ഇവൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസൊക്കെ, അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടുന്നത് സിമ്പിൾ ഇവൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ ഡൈ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 1 2 3 4 5 6 6 ഫേസസ് ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞാണ്. സോ ഒരു ഡൈ ഒരു തവണ ഇടുമ്പം നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ കിട്ടുന്നത് എന്താണ്, ഒരു സിമ്പിൾ ഇവൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ദ ജോയിൻറ്റ് ഒക്കറൻസ് ഓഫ് 2 or more സാമ്പിൾ ഇവൻറ്റ്സ് ഈസ് കോൾഡ് കോമ്പൗണ്ട് ഇവൻറ്റ്. അപ്പോൾ ഒന്നിലധികം ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം കോമ്പൗണ്ട് ഇവൻ്റ് ആണ്. When a die is thrown, getting an even number is a compound event because even number can be 2 4 6. ഈ പറഞ്ഞ കാര്യം തന്നെ ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ ഈവൻ നമ്പർ കിട്ടണം എന്ന് പറയുകയാണെങ്കിൽ അതിന് 3 ഇവൻറ്റ്സ് ആയിട്ട് പറയാം. അതായത് 2 കിട്ടാം, 4 കിട്ടാം, 6 കിട്ടാം. അപ്പോൾ നമുക്ക് അവിടെ 3 ഇവൻറ്റ്സ് ആണ്. സോ അവിടെ നമുക്ക് എന്ത് പറയാം, ദിസ് ഇസ് എ കോമ്പൗണ്ട് ഇവൻറ്റ്. ഷുവർ ഇവൻറ്റ്സ് ഓർ സർട്ടൺ ഇവൻറ്റ്സ് ഓർ സാമ്പിൾ സ്പേസ് ഇവൻറ്റ്സ്. അതായത് ആൻ ഇവൻറ്റ് ഹൂസ് ഒക്കറൻസ് ഇസ് ഇന്നെവിറ്റബിൾ ഇസ് കോൾഡ് സർട്ടൺ ഇവൻറ്റ്. അതായത് ഒരു ഇവൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇവൻറ്റ് എന്തായാലും സംഭവിക്കും. അത്തരത്തിലുള്ള ഇവൻറ്റ്സിനാണ് ഷുവർ ഇവൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം ദ ബാഗ് കണ്ടെയ്നിങ് ഓൾ വൈറ്റ് ബോൾസ് ഇസ് ഷുവർ ഇവൻറ്റ്. അതായത് ഒരു പർട്ടിക്കുലർ ബാഗ്, അതിൽ മൊത്തം വൈറ്റ് ബോൾ ആണ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ, അതിൽ നിന്നൊരു വൈറ്റ് ബോൾ കിട്ടണം എന്നുള്ളത് അതെന്തായാലും ഉറപ്പാണ്. കാരണം മൊത്തം ബോൾസും വൈറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എടുക്കുന്നത് വൈറ്റ് ആയിരിക്കും. സോ അതൊരു ഷുവർ ഇവൻ്റ് ആണ്. A sure event is therefore a set containing all the sample points of a random experiment. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാ സാമ്പിൾ പോയിൻറ്റ്സും ഉൾക്കൊള്ളുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും ഷുവർ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എ ഷുവർ ഇവൻറ്റ് ഈസ് എ സാമ്പിൾ സ്പേസ് ഇറ്റ്സെൽഫ്. ഒരു പർട്ടിക്കുലർ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് തന്നെ ആയിരിക്കും ഷുവർ ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇത് അണ്ടർസ്റ്റുഡ് ആണ്. ഇമ്പോസിബിൾ ഇവൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും നടക്കാൻ സാധ്യതയില്ലാത്തൊരു ഇവൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇഫ് ആൻ ഇവൻറ്റ് കാനോട്ട് ഒക്കർ വെൻ ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കണ്ടക്റ്റഡ് ദെൻ ദാറ്റ് ഇവൻറ്റ് ഈസ് ആൻ ഇമ്പോസിബിൾ ഇവൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് ഓൾ ബ്ലാക്ക് ബോൾസ് ഈസ് ആൻ ഇമ്പോസിബിൾ ഇവൻറ്റ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ, ഒരു ബാഗിൽ കുറേ വൈറ്റ് ബോൾസ് ഉണ്ട്. സോ ആ വൈറ്റ് ബോളിൽ നിന്ന് ഞാൻ പറയാണ് ഒരു ബ്ലാക്ക് ബോൾ കിട്ടുക, അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. കാരണം മൊത്തം വൈറ്റ് ബോൾസ് ഉള്ള ഒരു ബാഗിൽ നിന്നും നമുക്ക് എങ്ങനെ ബ്ലാക്ക് ബോൾ കിട്ടാനാണ്, കിട്ടില്ല. സോ അത് ഒരു ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്. An impossible event is an empty set as it contains no sample point of the random experiment
ആൻഡ് എം ടി സെറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ബൈ എം ടി സെറ്റ് കണ്ടിട്ട് 2 ബ്രാക്കറ്റ് ഒരു ഓപ്പൺ ബ്രാക്കറ്റും അത് ക്ലോസ് ചെയ്യുന്നു അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഫൈ എന്ന് പറഞ്ഞ സിമ്പലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അൺസർട്ടൺ ഇവൻറ്റ്സ്. ആൻ അൺസർട്ടൺ ഇവൻറ്റ് ഈസ് സെഡ് ടു ബി അൺസർട്ടൺ ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഈസ് നെയ്തർ ഷുവർ നോർ ഇമ്പോസിബിൾ. ദാറ്റ് ഈസ് ദ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൺ ഇവൻറ്റ് കാനോട്ട് ബി പ്രഡിക്റ്റഡ്. അതായത് നടക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ നമുക്ക് എക്സാക്ട്ലി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഇവൻറ്റ്സിനാണ് നമ്മൾ അൺസർട്ടൺ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബോൾ ഈസ് അൺസർട്ടൺ. ഓക്കെ, അപ്പം ഒരു ബാഗിൽ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കോമ്പിനേഷൻ വൈറ്റ് ബോൾസ് ഉണ്ട്, ബ്ലാക്ക് ബോൾസ് ഉണ്ട്. സോ അതിൽ നിന്ന് നമ്മൾ പറയാണ് എനിക്കൊരു ബ്ലാക്ക് ബോൾ കിട്ടണം. അത് കിട്ടുമെന്ന് ഉറപ്പാണ്, പക്ഷേ എത്രാമത്തെ തവണ എടുക്കുമ്പോഴാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അൺസർട്ടൺ ഇവൻറ്റ്സ് അല്ലെങ്കിൽ അൺസർട്ടൺ ഇവൻ്റ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഹെഡ് കിട്ടും, ടെയിൽ കിട്ടും. പക്ഷേ എക്സാക്ട്ലി ടെയിൽ എപ്പോഴാണ് കിട്ടുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ നമുക്കറിയാം സംഭവിക്കും, എപ്പോഴെങ്കിലും സംഭവിക്കും. സോ അത്തരത്തിലുള്ള ഇവൻ്റാണ് അൺസർട്ടൺ ഇവൻ്റ് എന്ന് പറയുന്നത്. ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. 2 events are said to be equally likely if any one of them cannot be predicted to occur in preference to other. 2 events are said to be equally likely if any one of them cannot be expected to occur in preference to the other എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സാമ്പിൾ നോക്കൂ, ഗെറ്റിംഗ് എ ഹെഡ് ആൻഡ് ഗെറ്റിംഗ് എ ടെയിൽ വെൻ എ കോയിൻ ഈസ് ടോസ്ഡ്. അതൊരു ഈക്വലി ലൈക്ലി ഇവൻ്റ് ആണ്. Getting 1 and getting 2 when a die is thrown are equally likely event ആണ്. സോ ഈക്വലി ലൈക്ലി ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നടന്നതിന് ശേഷം ആണ് മറ്റേ നടക്കുക എന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ടിനും തുല്യ ചാൻസ് ആണ്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് എക്സാക്ട് പ്രിഫറൻസ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ആദ്യം ഹെഡ് വീണിട്ടായിരിക്കും ടെയിൽ കിട്ടുക, അല്ലെങ്കിൽ ടെയിൽ വീണിട്ടായിരിക്കും ഹെഡ് കിട്ടുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതൊരു ഈക്വലി ലൈക്ലി ഇവൻ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമുക്ക് പ്രിഫറൻസ്, ഓർഡർ ഓഫ് പ്രിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ അത്തരത്തിലുള്ള ഇവൻ്റാണ് ഈക്വലി ലൈക്ലി ഇവൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് ഗെറ്റിംഗ് 1 ആൻഡ് ഗെറ്റിംഗ് 2 ആർ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് ആണ്. അതായത് ആദ്യം നമുക്ക് 1 ആണ് കിട്ടുക, പിന്നെ നമുക്ക് 2 ആണ് കിട്ടുക എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും കിട്ടുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. ജസ്റ്റ് സിംപ്ലി കുറച്ച് കൺസെപ്റ്റ്സ് ആണ് പറഞ്ഞത്, സ്റ്റാർട്ടിങ് ഫ്രം ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.